നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അത് കലിംഗ് സംവാദവുമായി ബന്ധപ്പെട്ടാണ്. സിനിമാ നടന്മാരുടെ വീടുകളിൽ ഇഡിയുടെ റെയ്ഡ് നടന്നത് ശബരിമല സ്വർണപ്പാളി കേസ് മുക്കാനാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ചുമതല മറന്നിട്ടുണ്ടോ? ഒരു കേന്ദ്രമന്ത്രിയല്ലേ? കേന്ദ്രമന്ത്രിയായിട്ട് ഇരുന്നു കൊണ്ട് കേന്ദ്ര ഏജൻസിയെ കുറ്റം പറയുക. ഇഡിക്ക് എന്താണ് ശബരിമല കേസ് മുക്കാൻ എന്താ അവർക്ക് താല്പര്യം? ശബരിമല കേസ് അതുപോലെ തന്നെ നടക്കും. ശബരിമല കേസ് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ഇത് സംസ്ഥാന ഗവൺമെന്റ് നടക്കുന്നത്. ഇത് വെറും തട്ടിപ്പ് കേസാണ്. ഹൈക്കോടതിയാണ് നിയോഗിച്ചതെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ആൾക്കാരാണ് അതിലുള്ളത്. അവിടെ നടന്ന തീവട്ടിക്കുള്ള ശബരിമലയുടെ തന്നെ മോഷണം, ആ വിശ്വാസത്തിന്റെ മോഷണം, ആ വഞ്ചന ഒന്നും പുറത്തു വരില്ല. അതും കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത്. ഇഡി എവിടെയും വരണം, വരേണ്ടിടത്തെല്ലാം വരണം. ഏത് നമ്പൂരാനായാലും ശരി, ഏത് തമ്പുരാനായാലും ശരി, ഏത് പോറ്റിയായാലും ശരി, ഏത് ദേവസ്വം ബോർഡ് വാസു ആയാലും ശരി, അന്വേഷണം നടക്കണം. കള്ളന്മാർ എവിടെ ഉണ്ടെങ്കിലും പിടിക്കുന്നത്. അത് സിനിമാ മേഖലയിൽ ഇല്ലെന്നൊന്നും ഇല്ലല്ലോ. സിനിമാ നടന്മാർക്ക് എന്താ കൊമ്പുണ്ടോ അവരെ അന്വേഷിച്ചുകൂടാന്ന് പറയാൻ? ഒരു സുരേഷ് ഗോപിക്കും അധികാരമില്ല. ഈ രാജ്യത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ സുപ്രീം. വി ആർ സുപ്രീം ഈവൻ ദി സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് ഞങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ സിനിമാ താരങ്ങളെ തൊട്ടാൽ സുരേഷ് ഗോപിക്ക് നോവുന്നത് നാളുകളായി നടക്കുന്നുണ്ട്. ആ മനോനില നല്ലതല്ല. ഏത് സുരേഷ് ഗോപി ആയാലും ശരി. സുരേഷ് ഗോപി ആദ്യം ബി.ജെ.പിയിൽ ചേർന്നെന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചതും ചീത്ത വിളിക്കുമ്പോൾ മൗനം പാലിച്ചതും ഈ നടന്മാരാണ്. ആ നടന്മാർക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇപ്പോൾ വാദിക്കുന്നത്. നല്ല മനുഷ്യനാണ് അദ്ദേഹം, സമ്മതിക്കുന്നു. പക്ഷേ ഈ പറച്ചിലുകൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ അവകാശമുള്ള ഞങ്ങളാണ് പരമാധികാരികൾ ഈ രാജ്യത്തിന്റെ. ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ മന്ത്രി. ഞങ്ങൾ വിചാരിച്ചാലേ നിങ്ങൾ മന്ത്രിയാവും. അതാണ് ജനാധിപത്യത്തിന്റെ ശക്തി. ഞങ്ങൾ അത്ര നിസ്സാരരൊന്നുമല്ല. ഞങ്ങൾ സിനിമാ നടന്മാരല്ലായിരിക്കും. ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞങ്ങൾക്ക് പച്ചയായിട്ട് പറയാനേ അറിയൂ. അതുകൊണ്ട് പറയുന്നു, മുകേഷിനെ നിങ്ങൾ അന്ന് സപ്പോർട്ട് ചെയ്തത് മഹാ അബദ്ധമാണ്. മുകേഷ് സ്വന്തം ഭാര്യ, അവരും സിനിമാ നടിയാണല്ലോ, അവരുടെ കണ്ണീരൊച്ച പബ്ലിക് ഡൊമൈനിലുണ്ട്. കരഞ്ഞത് മുകേഷ് പുറത്ത് തൊഴിച്ച് അടുക്കളയിട്ടെന്ന് പറയുന്ന വാക്കുകൾ അതിനകത്തുണ്ട്. പഞ്ച് ഡയലോഗല്ല നിങ്ങളുടേത് പോലത്. ഒരു ഭാരത സ്ത്രീയുടെ നീതി തേടുന്ന സീതയുടെ രോദനങ്ങളാണ്. വനരോദനങ്ങളായിട്ട് അത് പരിണമിച്ചു. കാരണം ഭർത്താവ് ഉന്നതനായിട്ടുള്ള CPM നേതാവും മാത്രമല്ല, മഹാനടനും കൂടിയാണ്. അദ്ദേഹം ഇന്ന് നിയമസഭയിൽ ഇരുന്ന് ചിരിക്കുന്നു, പൊതുസ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ച് ചിരിക്കുന്നു, TV ചാനലുകളിൽ നിന്ന് ചിരിക്കുന്നു. സരിത കരയുന്നു. അവരും സിനിമാ നടിയായിരുന്നല്ലോ. അവർക്ക് ഇത്രയും ഗ്ലാമറില്ലായിരുന്നു. അത് കഴിഞ്ഞ് 2 വിവാഹം മുകേഷ് കഴിച്ചു. ഇതാണോ ധർമ്മം? ഇതാണോ സ്ത്രീനീതി? നിങ്ങൾ എന്നിട്ട് മുകേഷിനെ സപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുക. മ്ലേച്ഛം എന്നേ പറയാറുള്ളൂ. സുരേഷ് ഗോപി ആയാലും ഏത് കൊമ്പനായാലും ശരി, തെറ്റാണ്. നിങ്ങൾ നല്ല മനുഷ്യനാണ്. ഒരുപാട് പേർക്ക് നല്ല കാരുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. മണിക്കൂറോളം നിന്ന് വാജ്പേയിയെ പറ്റി നിങ്ങൾ പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ക്ഷമയോടുകൂടി. പക്ഷേ നിങ്ങൾ പിണറായി വിജയനെ അന്ന് വിളിച്ചത് എന്താണെന്നും പറയാം ഞാൻ. പക്ഷേ അത് അച്ചടക്കമുള്ള ഒരു മാധ്യമ പ്രവർത്തകനായത് പുറം ലോകത്തോട് പറഞ്ഞില്ല. അങ്ങനെ വിവാദം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പേരെടുക്കാനായിരുന്നല്ലേ എൻ്റെ ശ്രമം. നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. എൻ്റെ ദയാദാക്ഷിണ്യോ അല്ലെങ്കിൽ സഹാനുഭൂതിയോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ത്യൻ പൗരൻ എന്നുള്ളതിൽ പറയാൻ വയ്യ. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? ED നടത്തുന്നത് ശബരിമല അന്വേഷണത്തിന് മറയ്ക്കാനാണോ? എന്ത് വിവരദോഷമാണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ല, അപ്പോൾ ഇനി തൊട്ട് സിനിമാ നടന്മാർക്ക് അവരുടെ വഴി, അവർ തട്ടിപ്പ് നടത്തും, വെട്ടിപ്പ് നടത്തും. പക്ഷെ ED ആ ഏരിയയിലേക്ക് പോകും. അല്ല, പണ്ടത്തെ മാടമ്പി ഭാര്യ പോലെ അവർക്ക് എന്തും നടത്താൻ ആരും ഒന്നും ചോദ്യം ചെയ്യരുതെന്നോ? ഈ രാജ്യത്തെ നിയമവാഴ്ച അവർക്ക് ബാധകമല്ലെന്നോ? കസ്റ്റംസിനെയും വെട്ടിച്ച് EDയെയും വെട്ടിച്ചുകൊണ്ട് ഭൂട്ടാനിൽ നിന്നും പോയിട്ട് തട്ടിപ്പ് നടത്തി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രിമിനൽ കുറ്റമാണ് നടത്തിയത്. വില കുറച്ച് വാങ്ങിക്കാൻ ഇവരെന്താ പാവങ്ങളോ, പട്ടിണി പാവങ്ങളോ? ഇത്ര വില കൂടിയ കാറുകൾ അതും സാറേ പിന്നെ ED റെയ്ഡ് നടത്തിയ വീടുകൾ അറിയാമല്ലോ. നിലപാടുള്ള മനുഷ്യരാണ്. ഒന്ന് പൃഥ്വിരാജ്, ഒന്ന് ദുൽഖർ സൽമാൻ, എമ്പുരാൻ സത്യധർമാദിക്ക് വേണ്ടിയിട്ട് പൊരുതുന്ന മനുഷ്യനല്ലേ? എന്തൊരു ധർമ്മം! കള്ളത്തരമാണ്. തനി കള്ളത്തരം. അത് പാവപ്പെട്ട മധു എന്ന ആദിവാസി കാണിച്ചാലുമേ അത് കള്ളത്തരം. തുലാഭാരത്തിലെ ആ സ്ത്രീ ഉണ്ടല്ലോ, വിശപ്പ് കൊണ്ട് കടയിൽ നിന്നൊരു പലഹാരം മോഷ്ടിച്ച ആള്, അത് കാണിക്കുന്നതും തെറ്റായിട്ട് നീതിപീഠത്തിന് കണ്ണടച്ച നീതി ദേവത അവരെ ജയിലിലേക്ക് അയക്കുമ്പോൾ ആ നീതി ഉണ്ടല്ലോ. നിങ്ങളുടെ സിനിമാ നടന്മാർക്ക് അവർക്ക് ഗ്ലാമർ ഉള്ളതുകൊണ്ടോ? എന്താണ് പറയുന്നത്?
വെട്ടിപ്പാട് നടന്നത് ക്രിമിനൽ, സാമ്പത്തിക ക്രിമിനൽ കുറ്റം ഈ രാജ്യത്തിന് നഷ്ടമുണ്ടാക്കുന്ന ഒന്ന്. അത് സാറേ വെളുത്ത നിറവും പണവും. അതെ, വെളുത്ത നിറവും ഗ്ലാമറും പണവും ഉണ്ടെങ്കിൽ എന്തുവാകുമെന്നാണ് പണ്ടത്തെ നമ്പൂതിരിമാരെ കൊലയ്ക്കും അധികാരം ഉണ്ടായിരുന്നു. ഏത് പെണ്ണിനെയും കയറി സംബന്ധം ചെയ്യാമെന്നുള്ള നിലയിലുള്ള അധികാരവും അവകാശവും കൊടുത്തിട്ടുണ്ടോ? ബ്രഹ്മഹത്യ പക്ഷപാവു അവരെ ഒന്നും ചെയ്തുകൂടാ എന്ന് പറയുന്ന പോലെ അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുകൂടാ. അല്ല സുഹൃത്തെ, VIP കൾച്ചർ ഒന്നും അങ്ങനെ കൊണ്ടുവരണ്ട അവിടെ. താങ്കൾ VIP കൾച്ചർ ഇല്ലാത്ത ആളാണ്. ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രക്കിടയിൽ അവിടെ ഇറങ്ങി നിന്ന് അവിടുത്തെ ട്രാഫിക് ബ്ലോക്കിന് തടസ്സം മാറ്റാൻ ശ്രമിച്ച ആൾ. നിങ്ങളുടെ പണം മുഴുവൻ നിങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കുന്നു. മറ്റു മഹാനന്മാരൊന്നും അങ്ങനല്ല, സമ്പാദിച്ചു കൂട്ടുന്നേ ഉള്ളൂ. അല്ല, ആ നടന്മാർക്ക് വേണ്ടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ആ സമ്പാദിച്ചു കൂട്ടി ടാക്സും വെട്ടിപ്പിക്കുന്ന അവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ വാദിച്ച് നിങ്ങളുടെ പേര് ചീത്തയാകുന്നത്? പാവി, ശിവൻ പാവി, നിങ്ങൾ ശിവനാണ്. അല്ല, അതാണ് സാറേ എന്റെ മറ്റൊരു ചോദ്യം. ഇദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി എന്തിന് അല്ലെ? പീഡന കേസ് വരെ വന്നു. ആ കേസ് വരെ വന്നപ്പോൾ ഈ നടന്മാരെല്ലാം മൗനമായിരുന്നു. ആരും ഒന്നും മിണ്ടില്ല. അന്ന് ഒരു പിന്തുണ നൽകാൻ പോലും നമ്മുടെ സഹപ്രവർത്തനല്ലേ സുരേഷ് ഗോപി, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. തുറന്നു പറയാൻ നട്ടലില്ലാത്ത നടന്മാർക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അന്ന് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങളെപ്പോലെ ഒരു ചെറു ന്യൂനപക്ഷം മാധ്യമ പ്രവർത്തകന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. നട്ടലോടുകൂടി തന്നെ, അതേ നട്ടലോടുകൂടി തന്നെ പറയുന്നു നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. കള്ളം കാണിച്ച് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അവരോടുള്ള അസൂയ കൊണ്ടാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. എന്താ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാൻ പാടില്ലേ? ഇതാ ഇപ്പൊ ED കേസിനെതിരെയാണ് ദുൽഖർ റഹ്മാൻ കോടതിയിൽ പോയത്. ഇപ്പൊ കസ്റ്റംസും കൂടി പിടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെ. എന്തൊരു ധിക്കാരമാണ്! നിങ്ങൾക്ക് എന്ത് കള്ളത്തരവും കാണിക്കാമെന്നോ? എന്തെങ്കിലും കള്ളം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പാവപ്പെട്ട മരിച്ചു വീണ പട്ടാളക്കാർക്ക് വേണ്ടി കൊടുത്ത വണ്ടികൾ എടുത്തുകൊണ്ടുവന്ന് വില കുറച്ച് വാങ്ങിച്ചു കൊണ്ട് വരുന്നത് പട്ടാളക്കാരുടെ വില കുറയ്ക്കലാണ്. ചെയ്യാൻ പാടില്ല. ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന് കോയമ്പത്തേരി കച്ചവടം നടത്തുക. ആ ഫ്രോഡിന് കൂട്ടു നിൽക്കേണ്ടവരല്ല സിനിമാ നടന്മാരെന്ന് പറയുന്നത്. ഞങ്ങൾ ദൈവങ്ങളെ പോലെ വിഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഞങ്ങളിൽ പലരും തമിഴ്നാട്ടിലെ പോലെ MGRനെ പോലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്നില്ല ഞങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. വിജയെ കാണാൻ പോയി 40 പേര് മരിച്ച സംഭവം ഉണ്ടല്ലോ ഇപ്പൊ. അതെ, വിജയെ കാണാൻ പോയപ്പോ ഈ ഹീറോ, പാവങ്ങളുടെ പടത്തലവനായിട്ടുള്ള ഈ ഹീറോ അവിടെ നിന്ന് നിഷ്ക്രമണം നടത്തുകയായിരുന്നു. പലായനം ചെയ്തു. മദ്രാസിൽ പോയി, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ഒളിച്ചിരുന്നു. ഇതാണ് നിങ്ങളുടെ ഈ വീരപരിവേഷം എന്നൊക്കെ പറയുന്നത്. അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണ്. ഇപ്പോഴും ഭരത് ചന്ദ്രന്റെയും അതുപോലെ തന്നെ ചാക്കോച്ചിയുടെയും കമ്മീഷണറുടെയും ഒക്കെ കുട്ടപ്പായിയുടെയും ഒക്കെ ആത്മാവ് നിങ്ങളെ പരകായ പ്രവേശം നടത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ പഞ്ച് ഡയലോഗുകൾ നിങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ട് തോപ്പുല്ലേ എന്നൊക്കെയുള്ള ഈ ഭരത്ചന്ദ്രന്റെ ഡയലോഗ് ഞാനിവിടെ പറയുന്നില്ല. കാരണം അത് ഇത്ര അശ്ലീലം കാണുന്നതാണ്. ഇങ്ങനെയുള്ള ഈ പഞ്ച് ഡയലോഗുകളൊക്കെ കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ക്ലീശയായി കഴിഞ്ഞു. തമിഴ് നടൻ T. രാജേന്ദ്രനാണ് ഇങ്ങനെയുള്ള ഡയലോഗുകൾ വെച്ച് കൈയടി നേടിയത്. ഇത് വലിയ കഴമ്പൊന്നുമില്ല. ഇത് വെറും പൊള്ളയായിട്ടുള്ള ഡയലോഗുകൾ. അതല്ല വേണ്ടത്. ആക്ഷനാണ് വേണ്ടത്. ആക്ഷൻ, മുഖഭാവം. ഇതാണ് നിങ്ങളുടെ കോടീശ്വരൻ പരിപാടി സുരേഷ് ഗോപിയുടെ. അതുപോലെ സമർത്ഥമായി ചെയ്ത ഒരാളില്ല. ഞാൻ സുരേഷ് ഗോപിക്ക് ഇത് മെസ്സേജ് വായിച്ചു. നിങ്ങളെപ്പോലെ ഇത് നല്ല, ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഞാൻ 99% മാർക്ക് തരും. മോഹൻലാലിനാണെങ്കിൽ ഞങ്ങൾ 50% കൊടുക്കും. അപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മഹാമനുഷ്യൻ എനിക്ക് തിരിച്ച് മെസ്സേജ് ഇട്ടു. അങ്ങനെയല്ല, മഹാനടനായ മോഹൻലാലിന് 99 കൊടുക്കണം, എനിക്ക് 40 മാർക്ക് തന്നാൽ മതി എന്നും പറഞ്ഞ് എഴുതിയ മഹാമനുഷ്യനാണ്. നിങ്ങൾ സിനിമ മറ്റു നടന്മാരെയൊക്കെ ബഹുമാനിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമല്ല, നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഈ നടന്മാരിൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. മീഡിയ വണ്ണിന്റെ എഡിറ്റോറിയൽ ബോർഡ് എന്ന് പറയുന്ന ന്യൂസ് ഫാക്ടറിയിൽ ഇരുന്ന് നിങ്ങൾക്കെതിരെ ഗൂഢാലോചന ചമച്ചപ്പോൾ ഒരൊറ്റയാളും ഉണ്ടായില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. അതുകൂടി നിങ്ങൾ ഓർക്കണം. അതുപോട്ടെ, നിങ്ങൾ മഹാമനുഷ്യനായതുകൊണ്ട് അവരെ പിന്നെയും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഈ പറഞ്ഞത് പരമ അബദ്ധമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. ദിസ് ഈസ് മിസ്ഇൻഫർമേഷൻ ആൻഡ് ദിസ് ഈസ് ഡിസ്ഇൻഫർമേഷൻ. അത് ഒരു മന്ത്രിക്ക് ചേർന്ന കാര്യമല്ല. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് സെൽഫ് ഗോൾ അടിക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഏജൻസിയാണ് ഈ ED എന്ന് പറയുന്നത്. അവർ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് അവരോട് വിളിച്ച് നിങ്ങൾക്ക് രഹസ്യമായിട്ട് പറയാം. കലുങ്ക് മീറ്റിംഗ് അതിനുള്ള സമയമില്ല. നിങ്ങളെ അടിക്കാനുള്ള വടി നിങ്ങൾ കേരളത്തിലെ ഭരണകക്ഷിക്ക് കൊടുക്കരുത്. അത് തെറ്റാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് അതിനകത്ത് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറാണ്. അടുത്ത കലക്ക് യോഗത്തിലും നിങ്ങൾ ഒരു മനുഷ്യൻ മാത്രം, മനുഷ്യാതീതമായിട്ടുള്ള ഒരു ദൈവമൊന്നും അല്ല. സിനിമകളിൽ നിങ്ങളെ പലരും അങ്ങനെ അവതരിപ്പിക്കും. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ മാനുഷികമായ വീഴ്ചകൾ എല്ലാവർക്കും സംഭവിക്കും. ഈ തെറ്റ് നിങ്ങൾ തിരുത്തുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഈ രാജ്യത്തിനോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും അത്
എന്താ ഇതുവരെ വന്ന് ഒരൊറ്റ തെളിവ് പോലും അനുകൂലമായിട്ട് വന്നില്ല. ദുൽഖർ റഹ്മാൻ ഇപ്പോൾ പോയി ED ഇപ്പോൾ വീഴ്ത്തുമെന്നും പറഞ്ഞ് കോടതിയിൽ പോയിട്ട് എന്താ കോടതി പുള്ളിയുടെ കൂടെ നിൽക്കാത്തത്? പണമില്ലാഞ്ഞിട്ടാണോ? പണം കൊടുത്ത് വക്കീലന്മാരെ വാടകയ്ക്ക് എടുക്കാൻ വയ്യാഞ്ഞിട്ടാണോ? ചെയ്തതിൽ തെറ്റുണ്ട്. തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടുന്നതിന് തടസ്സമായിട്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നിൽക്കാൻ പാടില്ല, ഒരു MP നിൽക്കാൻ പാടില്ല, പരസ്യമായിട്ട് അത് പറയാൻ പാടില്ല. അല്ലെ, അദ്ദേഹത്തിന്റെ ഇത്തരം നിലപാടുകൾ തുടർച്ചയായി തന്നെ പാർട്ടിക്ക് തലവേദനയാകുന്നുണ്ടല്ലോ. പാർട്ടിക്കല്ല, കേന്ദ്ര ഗവൺമെന്റിനും തലവേദനയാവുന്നുണ്ട്. നല്ല മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്, സത്യസന്ധമായിട്ട് ഒരുപാട് സഹായിക്കുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണല്ലോ. മനുഷ്യത്വമുള്ള വക്കീലന്മാരും ചിലപ്പോൾ, മനുഷ്യത്വമുള്ള CBIയും ചിലപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്, പ്രതിയായി പോയിട്ട്. അതുപോലൊരു കാര്യമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് ഒരു ആവർത്തിക്ക് എപ്പോഴും സ്ഥിരം പരിപാടിയാക്കി മാറ്റരുതെന്ന് മാത്രമേ പറയാം.